ഹായ്, ഉമാസുദിയൻ ഫാമിലിയാണ്. എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്. ഒരാൾ മിസ്സിംഗ് ആണ്, ചേട്ടൻ ഉണ്ടെങ്കിലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. സോ ചേട്ടൻ മിസ്സിംഗ് ആണ്. സോ ആദ്യം വേറൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ എന്നിലോട്ട് വരാം. ഞാൻ ഈ പറയുന്ന സിനിമ, സീരിയൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ TV പ്രോഗ്രാംസ് ഒന്നും അധികം ഇപ്പം കാണാൻ സമയം കിട്ടാത്തത് കൊണ്ട് ഇപ്പം കാണാറില്ല. പക്ഷെ എങ്കിലും അപ്ഡേഷൻസ് ഒക്കെ അറിയാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഇടയ്ക്ക് ഫേമസ് ആയ ഒരു പേഴ്സൺ ഉണ്ട്, നമ്മൾ ബിഗ് ബോസിൽ വന്ന അനീഷേട്ടൻ. അപ്പോൾ എല്ലാവരും അനീഷേട്ടാന്ന് വിളിച്ച് ഞാനും അനീഷേട്ടാന്ന് വിളിക്കുന്നത്. എനിക്ക് ആളുടെ ഏജ് അറിയത്തില്ല, ആളെ കുറിച്ച് വ്യക്തിപരമായിട്ട് അറിയത്തില്ല. പക്ഷെ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്, ബിഗ് ബോസിൽ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു, ഞാൻ അപ്ഡേഷൻസ് അറിഞ്ഞതാണ്, ആദ്യം ആളെ ആർക്കും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. എല്ലാവരും നെഗറ്റീവ് പറഞ്ഞ ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ സ്റ്റിൽ നൗ അനീഷ് എന്ന് പറയുന്ന വ്യക്തി നന്നായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അനീഷും നിങ്ങളുമായിട്ട് എന്താണ് വ്യത്യാസം എന്ന്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എന്താണ് കമ്പാരിസൺ എന്നുള്ളത് പറയാം. ഉമാസുദിയൻ ഫാമിലിയിൽ ആദ്യം എന്നെ എല്ലാവരും കുറേ പേര് നെഗറ്റീവ് പറയാനായിട്ട് വന്നവരായിരുന്നു. പക്ഷെ സ്റ്റിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ് ഞാനും അമ്മയും എൻ്റെ കുഞ്ഞുമക്കളും ഞങ്ങളുടെ ഫാമിലിയും എല്ലാം. ഈവൻ ചേട്ടനാണെങ്കിൽ പോലും നെഗറ്റീവ് പറഞ്ഞപ്പോൾ ചേട്ടൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് ഞങ്ങളെ ഇപ്പോൾ 100K, അതായത് 1 lakh എന്നുള്ള ആ ഒരു പരിധി കഴിഞ്ഞു നിർത്തിയേക്കുവാണ്. സത്യമായിട്ട് ഞാൻ 1 ലക്ഷം പേര് ഫേസ്ബുക്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം സമയം കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിനക്ക് സമയം കിട്ടാണ്ടിരിക്കാൻ നീ ആര് എന്നൊരു ചോദ്യം വരാം. അമ്മയാണ്, മകളാണ്, മരുമകളാണ്. മരുമകൾ എന്നുള്ള വാക്ക് വേണ്ട, മകള് തന്നെയാണ്. പിന്നെ അതിലൊക്കെ ഉപരി ഒരു ഭാര്യയാണ്, നല്ലൊരു ഭാര്യയാവാൻ ശ്രമിക്കുന്ന വ്യക്തിത്വമാണ്. പിന്നെ ഇപ്പം അത്യാവശ്യം പ്രൊമോഷൻസ് ഒക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കറിയാലോ, എൻ്റെ കുറേ കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്, എൻ്റെ വീട്, എൻ്റെ പരിസരം. ഞാനെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഓവറോൾ ഓടി നടന്ന് എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഒന്നിനും കുറവ് വരരുത്. ഇതിനിടയ്ക്ക് വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, അങ്ങനെ തുടങ്ങി സത്യമായിട്ട് ഞാൻ എല്ലാത്തിലും എൻഗേജ്ഡ് ആണ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് സമയത്തിൻ്റെ കുറവ്. ആ ഒരു കുറവ് കാരണം തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ എനിക്ക് ഇത്രയും പേര് എത്തിയ കാര്യം ഞാൻ അറിഞ്ഞത് ഇച്ചിരി വൈകിയാണ്. അപ്പോൾ എനിക്ക് വളരെ നന്ദിയുണ്ട് എല്ലാ പേരോടും. ഞങ്ങളെ സ്വീകരിച്ച് സ്നേഹിച്ച് ഞങ്ങളെ വീണ്ടും വീണ്ടും ഡേ ബൈ ഡേ നിങ്ങൾ കൂട്ടി ഞങ്ങളെ വീഡിയോ കണ്ടില്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിലോട്ട് എത്തിച്ചതിന് വളരെ നന്ദി. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഉറപ്പായിട്ടും ഇനി ഞങ്ങളെ സ്നേഹിക്കുക, ഇപ്പോൾ കൊണ്ടുപോകുന്ന പോലെ തന്നെ സ്നേഹിച്ചു കൊണ്ടുപോകുക. ഇനിയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ തരിക. ഞങ്ങളുടെ 100K ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേക്ക് മുറിച്ചിട്ടോ അല്ലെങ്കിൽ ആർഭാടകരമാക്കിയിട്ടോ അല്ല. ഞങ്ങൾ അതൊരു കുഞ്ഞു സ്നേഹ കൂട്ടായ്മയായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും, നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും. എങ്ങനെയാണ് എൻ്റെ 100K ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണാം. മോസ്റ്റും യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ 100K ആവുമ്പോഴാണ് എല്ലാവരും പബ്ലിസിറ്റി ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. ഫേസ്ബുക്കിൽ വളരെ കുറവാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് ഫേസ്ബുക്കാണ് ഞാൻ ആദ്യം 100K ആയത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസ്ബുക്ക് കുടുംബാംഗങ്ങൾ തന്നെയാണ് എൻ്റെ അംഗങ്ങൾ. അങ്ങനെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും 1000 നന്ദി. ഇനിയും ഞങ്ങളുടെ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. ടാറ്റ.